നമുക്ക് നോക്കാം. നിങ്ങൾ ഈ കാണുന്നത് ഈ മൗസ് വെച്ചേക്കുന്ന ഭാഗത്ത് കാണുന്നതാണ് ബുക്ക് മാപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. നമുക്ക് ലൈവായിട്ടുള്ള ലിക്വിഡിറ്റി എവിടെ കിടക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. നമുക്കിപ്പോൾ 2674 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ് അത്യാവശ്യം ലിക്വിഡിറ്റി ഉള്ളത്. പക്ഷേ അതത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി അല്ല. നമുക്ക് ഹയർ ലെവലിലൊക്കെ വളരെ ചെറിയ ചെറിയ ലിക്വിഡിറ്റീസേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഫ്യൂച്ചറിൻ്റെ പ്രൈസും CFD നമ്മൾ ചെയ്യുന്ന പ്രൊഫേം ആയാലും എവിടെയെങ്കിലും CFDയുടെ പ്രൈസും തമ്മിൽ അത്യാവശ്യം വ്യത്യാസമുണ്ടാകും. പ്രത്യേകിച്ച് ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടാകും. നമുക്കിപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി നമുക്ക് ഈ ഒരു 2657 എന്ന് പറയുന്ന ഇന്നൊരു കുറച്ച് നേരത്തെ വന്ന ഒരു ലോയിലൊക്കെയാണ് ലോ ഏരിയയിലാണ് ഓപ്പണിംഗ് സമയം ഇന്നലത്തെ ക്ലോസിങ്ങിന് മുമ്പ് വന്നേക്കുന്ന ഒരു ലോയാണ് ഏകദേശം ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് CFDയിലൊക്കെ വരുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും പ്രൈസിൻ്റെ ഇതിൽ. നമുക്ക് അതുപോലെ തന്നെ ഇന്നലെ വന്ന കുറച്ച് നല്ലൊരു സെൽ ഓഫ് വന്നതിന് ശേഷം മാർക്കറ്റിൽ എന്ത് റിയാക്ഷനാണ് ഉണ്ടായത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇന്നലെ ഒരു 7:15 വന്ന ക്യാൻഡിലാണ്. നമുക്ക് ഇവിടെ എല്ലാം മാസ് വെച്ചേക്കുന്ന ഭാഗത്തെല്ലാം സെല്ലേഴ്സ് ആയിരുന്നു ആക്റ്റീവ്, വീണ്ടും സെല്ലേഴ്സ് ആയിരുന്നു ആക്റ്റീവ്, വീണ്ടും സെല്ലേഴ്സ് ആയിരുന്നു ആക്റ്റീവ്. നമുക്കൊരു റിവേഴ്സ് പാറ്റേൺ ഉള്ളൊരു ഇത് വന്നു. പക്ഷേ നമുക്കിതൊരു പോസിറ്റീവ് ക്യാൻഡിലാണെങ്കിലും നമ്മൾ ട്രേഡ് സെറ്റപ്പിന് പറ്റിയ ഒരു ആക്ടിവിറ്റി ഇവിടെ ഉണ്ടായിരുന്നില്ല. ബട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുകളിലേക്ക് പോയി. പക്ഷേ നമുക്ക് ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നമുക്ക് സെല്ലിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു 8:30 ആയപ്പോൾ ഉണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് പോയി. നമുക്ക് ഇന്നത്തെ റേഞ്ച് നോക്കിയാലും ഇന്നും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ഇതുപോലെയാണ് നിൽക്കുന്നത്. എന്നാലും ചെറിയൊരു റെസിസ്റ്റൻസ് ഉള്ളത് നമുക്കിവിടെ നമ്മുടെ വോളിയം പ്രൊഫൈൽ ബേസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് എവിടെയാണ് ആ ഒരു റെസിസ്റ്റൻസ് എടുത്തതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭാഗത്ത് നിന്നും അത് റിജക്റ്റ് ചെയ്ത് പോകുകയായിരുന്നു. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു സെഷൻ്റെ ഒരു വാല്യൂ ഏരിയ ഹൈയിൽ വന്നിട്ടാണ്, ഈ കാണുന്ന വാല്യൂ ഏരിയ ഹൈയിൽ വന്നിട്ടാണ്, ഇതാണ് വാല്യൂ ഏരിയ ഹൈ. ആ വാല്യൂ ഏരിയ ഹൈയിൽ വന്നിട്ടാണ് ഈ ഒരു പച്ച ലൈൻ കാണുന്നതാണ് വാല്യൂ ഏരിയ ഹൈ. ആ ഒരു ഏരിയ വന്നിട്ടാണ് റിജക്റ്റ് ചെയ്ത് താഴത്തേക്ക് പോയത്. നമുക്കിങ്ങനെ റിജക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്ത് ഒന്നുമില്ലെങ്കിൽ വാല്യൂ ഏരിയ ലോ ആയിരിക്കണം, അല്ലെങ്കിൽ POC ആയിരിക്കണം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു റേഞ്ചൊക്കെ 2675, അതുപോലെ തന്നെ ഹയർ ലെവലൊക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം സെല്ലേഴ്സ് വന്നേക്കുന്ന സിംഗിൾ പ്രിൻസ് ഒക്കെ വന്നേക്കുന്ന 2710 എന്നൊക്കെ പറയുന്ന പ്രൈസിൽ വേണം നമുക്കൊരു ട്രേഡ് എൻട്രി കാര്യങ്ങളുള്ളത്. അതുപോലെ നമ്മളെപ്പോഴും നോക്കേണ്ടത് ന്യൂസ് ഇവൻറ്റ്സ് എന്താണുള്ളതെന്നും കൂടി നമ്മൾ ഒരു ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം. ഇന്നൊരു 6 മണിക്ക് 7 മണിക്ക് എന്തോ ന്യൂസ് ഉണ്ട്, ഒരു 7 മണിക്ക് നമുക്ക് ന്യൂസ് ഉണ്ട് USDയിൽ. മറ്റു പേഴ്സൊന്നും അങ്ങനെ അത്രയും ന്യൂസുകളായിട്ടുള്ള ന്യൂസുകളൊന്നും ഇന്നിപ്പോൾ വേറെ ഇല്ല. ഒരു ന്യൂസാണ് ഹൈ ഇമ്പാക്ട് ന്യൂസ് ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ പ്രൊഫേമൊക്കെ യൂസ് ചെയ്യുന്നവർ എപ്പോഴും ഫോറക്സ് ഫാക്ടറി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് MyFX ബുക്ക് എന്ന് പറയുന്ന ഇതാണ്, കലണ്ടറാണിത്. അപ്പോൾ അതുകൊണ്ട് ഫോറക്സ് ഫാക്ടറി പ്രൊഫേം യൂസ് ചെയ്യുന്നവർ മിക്കവരും അത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്.